ഡിസ്ട്രിക്ട് യൂത്ത് ഫെസ്റ്റിവലിനുള്ള ഡ്രാമ ടീം സെലക്ഷൻ നാളെ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ 10 മണിക്ക് എക്സസൈസ് ഡ്രസ്സ് ധരിച്ചു വരേണ്ടതാണ്. എങ്ങനെങ്കിലും ഡ്രാമ ടീമിലൊന്ന് കേറി പറ്റണം. ക്ലാസ് മുറിയിലെ ബോറടി മാറി കിട്ടൂലോ. എനിക്ക് നാടകത്തിൽ അഭിനയിച്ചാൽ കൊള്ളാന്നുണ്ട്. ഓവേ, നീ കോംപ്ലാൻ പോയല്ലേ പഠിപ്പിസ്റ്റ്. നിനക്കൊക്കെ എന്താടാ ക്ലാസ്സിൽ ബോറടി? ക്ലാസ് ബോറടിച്ചിട്ടൊന്നുമല്ല ഹരി, ശരിക്കും ആക്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഉറക്കെ സംസാരിക്കാം, വേറെ ക്യാരക്ടർ ആവാം, അതൊക്കെ ഒരു രസമല്ലേ? നീ ആള് കൊള്ളാലോ മനു. എന്നാ വാ നമുക്ക് പൊളിക്കാം. പക്ഷെ വീട്ടിലറിഞ്ഞാ കൊല്ലും. വീട്ടിലറിയില്ലെന്നേ. അതെങ്ങനെ? ക്ലാസ് ടൈമിലല്ലേ പ്രാക്ടീസ് ഒക്കെ നടക്കുന്നേ. മുടക്ക ദിവസം സ്പെഷ്യൽ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് പ്രാക്ടീസിന് വരാം. അപ്പൊ പ്രോഗ്രാമിന്റെ അന്ന് യൂത്ത് ഫെസ്റ്റിവൽ കാണാൻ സ്കൂളിലേക്ക് വരുന്നു. അതോടെല്ലാം സെറ്റല്ലേ? നീ വാ മനു, നീ വാടാ, നമുക്ക് പൊളിക്കാം. കുട്ടികളെ, നിങ്ങൾ ഈ വർഷം നാടകം പഠിപ്പിക്കുന്നത് ഈ നിൽക്കുന്ന റോസ്മൻ സിസ്റ്റർ ആണ്. സിസ്റ്റർ കുട്ടിക്കാലം മുതലേ നാടകം കളിച്ചു വളർന്നതാണ്. മാത്രമല്ല ഇപ്പോൾ കാലടി യൂണിവേഴ്സിറ്റി കോളേജിലെ തിയേറ്ററിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാൾ ഉപരി പറയാനുള്ളത്, റോസ്മിൻ സിസ്റ്റർ നമ്മുടെ സ്കൂളിലെ ഒരു ഓൾഡ് സ്റ്റുഡൻ്റ് ആണ്, 2001 ബാച്ച്. അപ്പോൾ റോസ്മിൻ സിസ്റ്ററെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. ഇതേ സിസ്റ്ററെ, ഇനി എല്ലാം സിസ്റ്ററുടെ കയ്യിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പൊക്കോട്ടെ. ഹലോ. ഹലോ. അയ്യേ, ഇത് എന്ത് ഹലോയാ? കാണുന്നവർക്കും കേൾക്കുന്നവർക്കൊക്കെ ഒരു ഫീല് വേണ്ടേ? ഹലോ ഹലോ. അയ്യേ, ഇപ്പഴും നിങ്ങൾ പറയണില്ല. കാണുന്നവർക്ക് നല്ല ഫീല് വരട്ടെ. ഹലോ ഹലോ. വെരി ഗുഡ്. മനു, ഒന്ന് നിന്നേ. എനിക്ക് നിന്നോട് പേഴ്സണൽ ആയിട്ട് 1-2 സജഷൻസ് പറയാനുണ്ട്. അതാ നിന്നെ വിളിച്ചേ. എന്താ സിസ്റ്ററെ? അതെ, നാടകത്തിൽ ഒരു മെയിൻ ക്യാരക്ടറാണ് നീ ചെയ്യുന്നത്. അത് നീ നന്നായി ചെയ്യുന്നുണ്ട്. പക്ഷേ ക്ലൈമാക്സ് ഒരു പ്രശ്ന. ആ അതെ, കലാപത്തിൽ കൺമുമ്പിൽ വെച്ച് അമ്മ മരിക്കുമ്പോ ഉണ്ടാകുന്ന വേദനയുണ്ട്. സത്യത്തിൽ അത് കലാപത്തിൽ കൊല്ലപ്പെടുന്നവരുടെ മക്കളുടെ വേദനയാ. ഇപ്പൊ മനു ആരോ പറഞ്ഞിട്ട് ചെയ്യുന്ന ഫീലാ, മെക്കാനിക്കലായിട്ട്. സ്വന്തം അമ്മ മരിച്ച നമുക്കുണ്ടാകുന്ന ഒരു വേദനയില്ലേ, അതൊന്നും ആലോചിച്ച് നോക്കിയേ. അതിപ്പോ ജനിച്ചാലെന്തായാലും മരിക്കൂലോ, അപ്പൊ പിന്നെ എന്താ സങ്കടം ഉണ്ടാവുക? അങ്ങനെയല്ല മോനെ. ഇപ്പോ മനുവിന്റെ അമ്മ എന്തുമാത്രം നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ പഠിപ്പിക്കുന്നു, നിനക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി തരുന്നു. അങ്ങനെയൊന്നുമില്ലേ. മമ്മി എന്തെങ്കിലും ഉണ്ടാക്കി തരും, ഞാനത് കഴിക്കും. ട്യൂഷനുള്ള കാരണം ഹോംവർക്കും പഠിപ്പും അവിടെ തീരും. എന്നാലും നീയും നിന്റെ മമ്മിയും തമ്മിൽ ഒരു സ്നേഹം ഉണ്ടാവില്ലേ? കെട്ടിപ്പിടിക്കേ, ഉമ്മ വെക്കേ ഒക്കെ ചെയ്യില്ലേ? ഇല്ല സിസ്റ്ററെ, അതൊന്നുമില്ല. പിന്നെ മനുന്റെ വീട്ടിൽ ആരൊക്കെയുള്ളേ? എങ്ങനെയാ വീട്ടിലെ കാര്യങ്ങളൊക്കെ? വീട്ടില് ഞാനും പപ്പയും ചേച്ചിയും മമ്മിയും. ഒന്നിനും ഒരു കുറവില്ലാത്ത വീട്, ഒരു സിസ്റ്റമാറ്റിക് ലൈഫ് എന്ന് പറയാം. എല്ലാവർക്കും എല്ലാത്തിനും കൃത്യമായ ടൈം ടേബിൾ ഉണ്ടാകും. ചേച്ചിക്ക് ചേച്ചിയുടെ ലോകം, പപ്പയ്ക്ക് പപ്പയുടേത്, മമ്മിക്ക് മമ്മിയുടെ ലോകം. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കും. എനിക്കൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട്. ഒരു 500 bucks വേണേ. പേഴ്സ് ടേബിളിന് മുകളിൽ ഇരിക്കണ്ട. യു ടേക്ക് ഇറ്റ്.
അത്യാവശ്യത്തിന് മാത്രമേ സംസാരിക്കാറുള്ളൂ. മനു നിന്റെ ടിഫിൻ. അതുകൊണ്ട് തന്നെ വഴക്കോ പിണക്കങ്ങളോ ഞങ്ങളുടെ വീട്ടിലുണ്ടാകാറില്ല. ജോലി കഴിഞ്ഞ് ഈവനിങ് മിക്കവാറും പപ്പയും അമ്മയും കറങ്ങാൻ പോകും. ചേച്ചിയാണ് എപ്പോഴും ഫോണിലും ലാപ്പിലും. ഞാൻ എന്ത് ചെയ്യും? വീടിന്റെ മതിൽക്കെട്ടിനുള്ളിൽ നിന്നും സ്കൂളിലേക്കും ട്യൂഷനിലേക്കും അല്ലാതെ പുറത്തിറങ്ങാൻ അനുവാദമില്ല. ബോറടിക്കുമ്പോൾ ഗെയിംസും കാർട്ടൂണുമായി ഉറക്കം തൂങ്ങിയിരിക്കും. ഇതൊക്കെ എൻ്റെ ലൈഫ്. ഹലോ, മനുവിന്റെ മമ്മിയല്ലേ? അതെ, ആരാണ്? ഞാൻ സിസ്റ്റർ റോസ്ബൻ. മനുവിന്റെ ഡ്രാമ ഡയറക്ട് ചെയ്യുന്നത് ഞാനാ. വാട്ട്? മനുവിന്റെ ഡ്രാമയോ? യൂത്ത് ഫെസ്റ്റിവലിന് ഫോം ചെയ്ത ഡ്രാമ ടീമിൽ മനുവാണ് മെയിൻ. ആരോട് ചോദിച്ചിട്ട്? നോ 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 നോ, അതൊന്നും വേണ്ട. അല്ല, അങ്ങനെയല്ല. മനു അത്യാവശ്യം കഴിവുള്ള ടാലന്റ് ഒക്കെ ഉള്ള കുട്ടിയാ. എന്ത് ടാലന്റ്? ബുൾഷിറ്റ്. അതെ, അവനെ സ്കൂളിൽ വിടുന്നത് പഠിക്കാനാ, അല്ലാതെ നാടകം സിനിമയൊന്നും കളിക്കാനല്ല. നോക്കു മാഡം, മനുവിന് കുറച്ച് മെന്റൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ഫീലിങ്സ്, റിഫ്ലക്ഷൻ ആക്ഷൻസ് കുറച്ച് വീക്കാണ് അവന്. അതൊന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് മനുവിന് ഒരു ബിഗ് ഫാമിലിയിൽ 2 ദിവസം താമസിപ്പിക്കാനുള്ള അനുവാദം തരണം. പേടിക്കണ്ട, എന്റെ വീട് തന്നെയാ. സിസ്റ്റർ എന്താ ഈ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതൊന്നും ഞങ്ങളുടെ ഫാമിലിയിൽ അലൗഡല്ല. മാഡം, ഒരു കാര്യം പറയാം. മനുവിനെ നാടകത്തിന് വിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. വേറെ ആരെങ്കിലും റീകാസ്റ്റ് ചെയ്യാം. ബട്ട് ഇഫ് യു ഡോണ്ട് ട്രീറ്റ് ഹിം റൈറ്റ് നൗ, യു നെവർ നോ വാട്ട് ഹി വിൽ ബിക്കം ഇൻ ദ ഫ്യൂച്ചർ. ഇനി മാഡത്തിന് തീരുമാനിക്കാം. മനുവിനിപ്പോ ഐ കാൻ അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. ഐ എം ടോട്ടലി കൺഫ്യൂസ്ഡ്. തിയേറ്റർ ഈസ് നോട്ട് ഓൺലി എന്റർടൈൻമെന്റ് ബട്ട് ഓൾസോ തെറാപ്പി. ഞാൻ മനുവിന്റെ പപ്പയോട് ചോദിക്കട്ടെ. നാളെ ഞാൻ അവനോട് പറഞ്ഞു വിടാം. ഓക്കെ. സ്കൂളിൽ പോകുന്നു പഠിക്കാനല്ലേ, പിന്നെന്തിനാ നീ ഡ്രാമയ്ക്ക് ചേർന്നത്? താല്പര്യമുള്ളവർ പങ്കെടുക്കാൻ പറഞ്ഞു, അതുകൊണ്ട് പോയി. അതെന്നെയാ ചോദിച്ചത്, അതെന്തിനാന്ന്? ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നീ എന്തിനാ നാടകത്തിന് ചേർന്നത്? നിങ്ങൾ സമ്മതിക്കില്ല എന്നറിയാം. പിന്നെ എന്തിനാ വേഷം കെട്ടാൻ പോയത്? ഇഷ്ടായിട്ട്. വേഷം കെട്ടാൻ ഇഷ്ടായിട്ട്. നോൺസെൻസ്. നിനക്ക് എന്റർടൈൻമെന്റ് ടിവിയും വീഡിയോ ഗെയിംസ് ഒക്കെ തന്നിട്ടില്ലേ? പക്ഷെ എനിക്ക് ഉറക്കെ സംസാരിക്കാൻ, വേറെ വേഷങ്ങൾ ധരിക്കാൻ, കുറെ പേരായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ, അതിനെവിടെയാ ചാൻസ്? അതിനെന്തിനാ വേറെ വീട്ടിൽ താമസിക്കണേ? അമ്മ മരിക്കണ സീനില് ഞാൻ ശരിക്കും സങ്കടപ്പെട്ടില്ല. സ്വന്തം അമ്മ മരിക്കുമ്പോ വിഷമം വരില്ലേ എന്ന് ചോദിച്ചപ്പോ ഞാനില്ലാന്ന് പറഞ്ഞു. നിനക്ക് ഞാൻ മരിച്ച സങ്കടം വരില്ലേ? എന്തിന്? പപ്പയും മമ്മിയും മരിച്ച പിന്നെ നീ എങ്ങനെയാ ജീവിക്കുക? അതിന്റെ ഫീൽ സങ്കടമല്ലല്ലോ, പേടിയല്ലേ. ഇത് സ്നേഹിക്കുന്നവരില്ലാണ്ടായുള്ള ഫീല്, അതാണ് വേണ്ടത്. ഞങ്ങള് പപ്പയും അമ്മയും നിന്നെ സ്നേഹിക്കുന്നില്ലേ മനു? ഓ, കുറെ നേരമായ ടോമി മോനെ വന്നിട്ട്. ഒന്നും പറയണ്ട സിസ്റ്റർ ആന്റി, ഈ നേരം കൊണ്ട് ഒരു കൊന്ത ചൊല്ലായിരുന്നു. ഓ, സ്പിരിച്വൽ കോമഡി. സുഖിച്ചു. ദേ, ഇത് മനു. മൺഡേ രാവിലെ ഒരു കേടുപാടും കൂടാതെ സ്കൂളിൽ എത്തിച്ചോണം. ഡോൺ വെറി സിസ്റ്റർ ആന്റി. മനു കേറാ, 2 ദിവസം നമുക്ക് പൊളിക്കാം. നോക്കിക്കാണ്ട് കേറാ, ചെന്നിട്ട് കൊയർ പ്രാക്ടീസിന് പോവാള. അപ്പൊ മനു, നമുക്ക് മൺഡേ കാണാം, മറക്കരുത്. ഒബ്സർവേഷൻ, അതാണ് മനുവിന്റെ ടാസ്ക്. അപ്പൊ സിസ്റ്റർ ആന്റി ബൈ. ബൈ. മനു, അപ്പൊ ഓണച്ചിടുങ്ങില്ലേ, അതെന്റെ കുഞ്ഞനീത്തിയാ. വാ കേറ്. ഇന്നെന്താ ട്യൂഷൻ നേരത്തെ കഴിഞ്ഞാ? ആ, ഇന്ന് ടീച്ചർക്ക് ഡോക്ടറെ കാണാൻ പോണെന്ന്. മനുവേട്ടനല്ലേ ബാക്കില്? ആ, ഇതാണ് നമ്മുടെ സിസ്റ്റർ ആന്റിയുടെ മനുവേട്ടൻ. പോവാം. മനു ഇറങ്ങിക്കോ, ഇതാ വീട്. ടൈസ പിടി. ഇത് ടൈസൺ, എന്റെ അനിയനാ. ഇത് ടെൻസി. അനീതിയാ.
അപ്പൊ ഞാൻ പള്ളിയെ പോവാ. നിങ്ങൾ ഈ ചേട്ടനെയും കൊണ്ട് വീട്ടിൽ കയറിക്കോ. അമ്മ അംഗൻവാടി കഴിഞ്ഞ് വരാറായിണ്ട്. അതെ, ഇനി ഞാനും മനുഷ്യേട്ടനും കൂടി കളിക്കട്ടെ. നിങ്ങൾ മാറ്. അയ്യേ, എനിക്ക് കളിക്കാൻ അറിയില്ല. ഇതറിയാനൊന്നുമില്ല, ബാറ്റ് കൊണ്ട് ചുമ്മാ തട്ട. ദാ സ്കൂളിൽ നിന്ന് വന്നിട്ട് യൂണിഫോം മാറാണ്ടാലേ കളി. മനു അല്ലേ? മോൻ നല്ല നടനാന്ന് റോസ് പറഞ്ഞിരുന്നു. വാ വീട്ടിക്ക് കേറ്, ഞാൻ ചായ എടുക്കാം. എന്തായി ടീനക്കുട്ടി? ടീച്ചർ ചോദ്യം ചോദിച്ചാ? അടി വാങ്ങിയ? ചോറ് ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഒന്നും കുട്ടും നല്ല പെടാ. നടക്ക് ചേട്ടാ, എന്തൊരു ലാഗ്. ആദ്യമൊക്കെ ഈ വീട്ടിലെ രീതികള് എനിക്ക് ചമ്മലുണ്ടാക്കി. എപ്പോഴും കളിയും ചിരിയും കളിയാക്കലും പിണക്കങ്ങളും തട്ടും തലോടലും ഒക്കെ എനിക്ക് വലിയ അത്ഭുതമായിരുന്നു. ഒന്നും ചിന്തിക്കാനില്ലാത്ത അവസ്ഥ. ഇങ്ങനൊരു വീട്ടില് ഫോണും ടിവിയും ലാപ്ടോപ്പും വീഡിയോ ഗെയിംസ് ഒക്കെ വേസ്റ്റാ. എല്ലാവരും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടും, സഹായിക്കും, ചിലപ്പോൾ തിരുത്തും. ഇവിടത്തെ അമ്മ എന്നെ തൊടുമ്പോഴും കെട്ടിപ്പിടിക്കുമ്പോഴും തലോടുമ്പോഴും എനിക്ക് സങ്കടം വരും. കാരണം എന്താ എൻ്റെ വീട്ടിൽ ഇങ്ങനെയൊന്നും ഇല്ലാത്ത? ഇപ്പോഴാ ഞാനൊരു പുവർ ഫാമിലി മെമ്പർ ആണെന്ന് മനസ്സിലായത്. റോസ്ബെൻ സിസ്റ്റർ പറഞ്ഞ ആ ഫീല് ഇപ്പൊ എനിക്ക് പിടികിട്ടി. ഇന്നെനിക്ക് എന്റെ അമ്മ നഷ്ടപ്പെട്ടു. നാളെ നിങ്ങൾ ഓരോരുത്തരുടെ അമ്മമാർ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ഒരുമിക്കണം. തിന്മക്കെതിരെ പ്രതികരിക്കണം. Best actor
കുങ്കുമപ്പാടം എന്ന നാടകത്തിലെ സൽമാനെ അവതരിപ്പിച്ച മനു ടോം. ഞങ്ങൾക്ക് സിസ്റ്ററിനോട് താങ്ക്സ് ആണോ സോറി ആണോ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം സ്നേഹം എന്താണെന്ന് അറിയിക്കാതെയാ ഞങ്ങൾ മക്കളെ വളർത്തിയത്. അത് എത്രത്തോളം കുഴപ്പമുണ്ടാക്കുന്ന സിസ്റ്റർ മനസ്സിലാക്കി തന്നു. ഒരു കുറവും കൂടാതെ മക്കളെ വളർത്തുന്നവരാ ഞങ്ങളെന്ന് അഹങ്കരിച്ചിരിക്കുമ്പോഴാ സിസ്റ്റർ ഞങ്ങളെ പൊള്ളത്തരം കാട്ടിത്തന്നു. ഈ നാടകവും സിസ്റ്ററും ഉണ്ടായില്ലെങ്കിൽ ഞങ്ങളുടെ മകൻ വെറുമൊരു റോബോട്ടായി മാറിയനെ. നോക്കൂ, ദൈവം നമ്മെ സൃഷ്ടിച്ചത് ഒരുപാട് വ്യത്യസ്തരായിട്ടാ. നിറം, ബുദ്ധി, ആരോഗ്യം, അങ്ങനെ പല കാര്യത്തിലും. പക്ഷേ ഒരു കാര്യത്തിൽ ദൈവം നമുക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല. പരസ്പരം സ്നേഹിക്കാനുള്ള കഴിവിൽ. അതുമതി ബാക്കി എല്ലാ കുറവുകളും നിർത്താൻ. വീട്ടിലെ ഒറ്റപ്പെട്ട അവസ്ഥയും ഒരു കാരണമാണ്. കൂടുതൽ മക്കൾ ഒരു ഭാരമാണെന്ന് ഞങ്ങൾ കരുതി. ചെലവ് കുറയ്ക്കാൻ തറവാട്ടിൽ നിന്ന് മാറി താമസിച്ചു. സത്യത്തിൽ ഞങ്ങൾ ദരിദ്രരാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. നാട്ടിലാണെങ്കിൽ മനുവിന്റെ അപ്പാപ്പനും അമ്മാമിയും കെയർ ടേക്കറുടെ കൂടെ ദരിദ്രരായി വേറെ കഴിയുന്നു. പപ്പ, നമുക്ക് നമ്മുടെ അപ്പാപ്പനും അമ്മേനെയും നമ്മുടെ കൂടെ താമസിപ്പിച്ചാലോ? ഷുവർ മോനെ, നമുക്കിപ്പൊ തന്നെ അപ്പാപ്പനെയും അമ്മാമനെയും കൂട്ടാൻ പോകാം. വെരി ഗുഡ്. ഒരു നല്ല നാടകക്കാരനെ നന്മയിലേക്ക് നയിക്കാൻ കഴിയുമെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഒരു സിസ്റ്ററിന് ഞങ്ങളുടെ വീട് സ്വർഗമാക്കാൻ കഴിയുമെന്നും മനസ്സിലായി.